ഞങ്ങളുടെ കാറിലേക്ക് ഒരു മഹീന്ദ്രയുടെ പിക്കപ്പ് വന്ന് ഇടിച്ച് വണ്ടി കണ്ടാൽ ഞങ്ങളാരും ജീവനോടുണ്ടെന്ന് പറയത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. വണ്ടി ഓടിച്ച ഹസ്ബൻഡിന് ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവ് കാത്തു. പക്ഷേ ഫ്രണ്ടിലിരുന്ന എൻ്റെ സീറ്റ് ബെൽറ്റോടെ സീറ്റ് അടക്കം വലിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ചെസ്റ്റ് കൊണ്ടുവന്നിട്ട് ഡാഷ്ബോർഡിനിട്ട് അടിച്ചു. ഈ പട്രോളിംഗ് പോലീസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വാരിയലെല്ലാം തകർന്നിട്ടുണ്ട്. ഞാനിപ്പം ബ്ലഡ് ഒമിറ്റ് ചെയ്യും, ഞാൻ മരിച്ചു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത്. അവർ ഞങ്ങളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞെന്തിയേ, കുഞ്ഞ് പുറകിലത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്, എൻ്റെ കസിനും പുറകിലത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്. കുഞ്ഞിനെ വിളിച്ചിട്ട് കുഞ്ഞ് അനങ്ങുന്നില്ല, അവന് ഈ പുറകിലത്തെ സീറ്റ് വീണ് കിടക്കുന്നുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ കുഞ്ഞ് പുറകിലത്തെ സീറ്റിൽ നിന്ന് ഫ്രണ്ടിലെ മിററിലൂടെ തെറിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് തെറിച്ച് സീറ്റിൻ്റെ അടി വന്ന് വീണുപോയി. അപ്പോൾ ഈ കുഞ്ഞ് ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കി പറഞ്ഞു, കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുവാണ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ്, എത്രയും പെട്ടെന്ന് CT സ്കാൻ എടുക്കണം, കുഞ്ഞിന് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഉടമ്പടി കാശ് രൂപ മേടിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ മാതാവേ, ഞാൻ ഉടമ്പടിയിലുള്ള ആളാണ്, അമ്മ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു തരണം, വേറെ ഒന്നും ഞാൻ അമ്മയോട് ചോദിക്കത്തില്ല. ഞാനിങ്ങനെ എന്താ എൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയില്ല. അതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ഒരു സ്വരം കേൾക്കുക, ആരാ പറഞ്ഞേ നിൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് അകത്തുനിന്നാ ബ്ലഡ് വരുന്നത്, നീ ഒന്ന് നോക്കിക്കേ അത് പുറത്തുനിന്നല്ലേ എന്ന്. ഞാൻ അവിടെ നിന്നോട്ട് ഒച്ചത്തിൽ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് അകത്ത് മുറിഞ്ഞിട്ടില്ല, അവിടെ നല്ല ബ്ലഡ് വരുന്നു, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ ഒരു ടോർച്ച് എടുത്ത് കുഞ്ഞിൻ്റെ ചെവിക്കകത്ത് അടിച്ചു നോക്കിയപ്പോൾ ചെവിയുടെ ഈ സൈഡിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് മുറിഞ്ഞിട്ട് ചെവിക്കകത്തേക്ക് ബ്ലഡ് ഒഴുകുന്നതായിരുന്നു. ഒമിറ്റ് ചെയ്തുകൊണ്ട് CT സ്കാൻ എടുത്തെങ്കിലും അതിന് യാതൊരു മരുന്ന് പോലും കൊടുക്കാതെ കൊണ്ട് എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം തന്നു. അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല.